എവിക്ഷൻ, ടിക്കറ്റ് ടു ഫിനാലെ, ഒരുപാട് ഗെയിമുകൾ, ടാസ്കുകൾ, അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നലെ. ഗെയിം ആയാലും ടാസ്ക് ആയാലും എവിക്ഷൻ ആയാലും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം തന്നെ എവിക്ഷനിലേക്ക് പോവാം. ഒരു സാറ്റിസ്ഫൈങ് ആയ എവിക്ഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം ഒന്നല്ല രണ്ടല്ല, 1000 പ്രാവശ്യം എവിക്റ്റ് ആണെന്ന് പ്രേക്ഷകർ പറഞ്ഞ ഒരാളാണ് പുറത്തുപോയത്. മറ്റാരുമല്ല, അൻസിബ. ഒന്ന് ആലോചിക്കണം, ഇപ്രാവശ്യത്തെ കൂട്ടി 9 തവണയാണ് അൻസിബ എലിമിനേഷനിൽ വന്നത്. 9 തവണയും ലെക്കിന്റെ ബേസിൽ മാത്രം സേവ് ആയ ഒരേ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് അൻസിബ മാത്രമാണ്. ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലായാലും ടാസ്കിലായാലും ഒരു കാര്യത്തിലും എഫേർട്ട് എടുക്കാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു ഈ അൻസിബ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓരോരുത്തരും എങ്ങനെയെങ്കിലും ഷോയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു എഫേർട്ട് എടുക്കാതെ ഫ്ലോയിൽ പോയ, അതായത് ഒരു ഒഴുക്കിൽ പോയ ഒരാളാണ് ഈ പറഞ്ഞ കക്ഷി. എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, പുറത്ത് പോകണോ എന്നാ പുറത്തു പോവാം, അകത്ത് നിൽക്കണോ എന്നാ അകത്ത് നിൽക്കാം, ഈ ഒരു മെന്റാലിറ്റിയിലായിരുന്നു അൻസിബ മുൻപോട്ട് പോയിരുന്നത്. ആകെ ഒരു ജെനുവിനിറ്റി തോന്നിയത് ഋഷിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതും തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കളിപ്പാവ അല്ലെങ്കിൽ ഒരു പപ്പറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പരദൂഷണത്തിലെ ഒരു അവാർഡ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അൻസിബയ്ക്ക് കൊടുക്കണം എന്നാണ് പ്രേക്ഷകർ വരെ പറഞ്ഞിരുന്നത്. എന്ത് സംഭവം ഉണ്ടായാലും റൂമിൽ ചെന്ന് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, അവരെ കുറ്റം പറയുക, ഇവരെ കുറ്റം പറയുക, ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഗെയിം പ്ലാനിങ് ഒന്നും അൻസിബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് കേൾക്കാൻ ഒരു ഋഷി ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു രീതിയിലാണ് അൻസിബ ഇത്രയും ദിവസം ബിഗ് ബോസ് വീടിനുള്ളിൽ മുൻപോട്ട് പോയിരുന്നത്. അപ്പോൾ അൻസിബയാണ് ഇത്തവണത്തെ എവിക്ഷനിൽ ഔട്ടായത്. ഇനി എവിക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി, അൻസിബ, അതുപോലെ അർജുനും ശ്രീതും 4 പേരാണ് എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അർജുനും ശ്രീതും സേവ് ആവുന്നുണ്ട്. പിന്നീട് ഋഷിയും അൻസിബിയാണ് ലാസ്റ്റ് വരുന്നത്. ഋഷി അൻസിബിയും ലാസ്റ്റ് വന്നതോടുകൂടി തന്നെ പ്രേക്ഷകർ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. പ്രത്യേകിച്ച് ഋഷി, കാരണം അൻസിബി ഇല്ലെങ്കിൽ താൻ ഇല്ല എന്ന രീതിയിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പൊളിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതായത് പ്രേക്ഷകരാണെങ്കിലും മത്സരാർത്ഥികളാണെങ്കിലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അല്ലാത്ത വശം രണ്ടാളും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കില്ല. ഇതിന്റെ ഇടയിൽ രണ്ടുപേരുടെയും വീഡിയോ ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മാക്സിമം വിഷമിപ്പിച്ചിട്ടാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ പറഞ്ഞത്. കാരണം നേരത്തെ ഗബ്രിയും ജാസ്മിനും എവിക്ഷനിൽ വന്ന ടൈമിലും ഇതുപോലെ ഇവരുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. മാക്സിമം വിഷമിച്ച് പോകട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ബിഗ് ബോസിനുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്. ലാസ്റ്റ് ലാലേട്ടൻ തന്നെയാണ് അൻസിബ ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു എവിക്ഷൻ പ്രോസസ്സ് എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് എലിമിനേറ്റ് ആയി എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഒരു എലിമിനേഷൻ ആയി എന്ന് പറഞ്ഞതോടുകൂടി ഋഷി ഫുള്ള് കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഋഷി ഉറപ്പായിട്ടും അൻസിബയുടെ കൂടെ പോയിരുന്നു. അതുപോലെയാണ് കരഞ്ഞിരുന്നത്. ഓവർ ഫ്രണ്ട്ഷിപ്പ് ആയതാണ് ഇവിടെ പ്രശ്നമായത്. കാരണം ഫ്രണ്ട്ഷിപ്പ് ആവാം, പക്ഷെ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ലവ്, അങ്ങനെയുള്ള ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അറ്റ്ലാസ്റ്റ് ഇൻഡിവിജ്വൽ ഗെയിമർ ആണെന്ന ബോധം എല്ലാവർക്കും വേണം. ഈ സംഭവം രണ്ടുപേർക്കും ഇല്ലാതെ പോയതാണ് ഇതിന്റെയൊക്കെ കാരണം. എന്തായാലും ഇത്രയും കാലം അൻസിബയുടെ ഉപദേശത്തിന് പിന്നാലെയാണ് ഋഷി ഗെയിം കളിച്ചിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഋഷി എങ്ങനെയായിരിക്കും മുൻപോട്ട് പോവുക, എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക, ഇതൊക്കെ അറിയാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മറ്റൊന്ന്, ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടാണ് ഈ ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത്, അതായത് ഒരാഴ്ചയിലെ എവിക്ഷനിൽ നിന്ന് സേവ് ആയിട്ട് നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് എത്തും. അതാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ മത്സരാർത്ഥികളും മാക്സിമം വാശിയോടെ കളിക്കുന്ന ഒന്നാണ്. കാരണം ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത്. നിലവിലെ ഋഷി മാത്രമാണ് 0 അല്ലാത്ത പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ടാസ്കിന്റെ ബേസിൽ ഋഷിക്കായിരുന്നു ഈ ഒരു ബോണസ് പോയിന്റ് ലഭിച്ചത്. അങ്ങനെ 3 ടാസ്കുകൾ ഇന്നലെ നടക്കുന്നുണ്ട്. 3 സ്കോർ ചെയ്യുന്നത് ജാസ്മിനാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ ജാസ്മിൻ അടിപൊളിയായി കളിച്ചൊരു ഗെയിം ഉണ്ടെങ്കിൽ ഇത് മാത്രമായിരിക്കും. കാരണം അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, അത്രയും ആക്റ്റീവായി വാശിയോടെയാണ് ജാസ്മിൻ ഈ ഒരു ഗെയിം കളിച്ചത്. ലാസ്റ്റ് ജാസ്മിനും അർജുനാണ് ഒരുമിച്ചെത്തിയത് വെച്ചെങ്കിലും ജാസ്മിനാണ് ഈ ഒരു ഗെയിമിൽ ജയിച്ചത്. ലാലേട്ടൻ വരെ ജാസ്മിന്റെ ഗെയിമിന് എക്സലന്റ് എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ടിക്കറ്റ് ടു ഫിനാലിലേക്ക് ഒരു ബോണസ് പോയിന്റ് നേടുന്ന 2ാമത്തെ ആളായി ജാസ്മിൻ. എന്തായാലും ഇനി അങ്ങോട്ട്, അതായത് ഈ ഒരു ആഴ്ച മുതൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാണ് നടക്കുക. ആർക്കാണ് ഈ ഒരു ഭാഗ്യം കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ലക്കിന്റെ ബേസിലാണ് ഇതൊക്കെ നടക്കുക. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും അറ്റ്ലാസ്റ്റ് ഇതിലൊരു ലക്ക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട്. അതിന്റെ ബേസിലാണ് എല്ലാവർക്കും ഈ ഒരു പോയിന്റ് കിട്ടുക. ചിലപ്പോൾ പ്രതീക്ഷിച്ച ആളാവാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കാം ഈ ഒരു ചാൻസ് കിട്ടുന്ന വ്യക്തി.
ഇനി എപ്പിസോഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഫേസ് കാണാതെ സംസാരിക്കല്. അതായത് ആർക്കെങ്കിലും ആരുടെയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖം നോക്കാതെ സംസാരിക്കാനുള്ള ഒരു അവസരം. അതായത് ഒരു നടുവിലായിട്ടൊരു മറ ഉണ്ടാവും, അതിനപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക. ആർക്കാണോ സംസാരിക്കാനുള്ളത് സംസാരിക്കാം, അതിന്റെ മറുപടി അപ്പുറത്തിരിക്കുന്ന ആള് പറയും. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ നോറയാണ് വരുന്നത്, അതായത് സെലക്ട് ചെയ്യുന്നത് ജാസ്മിനെയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് താൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നോറ എപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് സംസാരിക്കാറുള്ളത്. അതിലൊരു എക്സ്പ്ലനേഷൻ ആണ് നോറ ചോദിക്കുന്നത്. അതായത് ജാസ്മിൻ മാത്രമാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നൊക്കെ നോറ പറയുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കണം ഇതിന് കറക്റ്റ് ആൻസർ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിലെ ഒരു ഇഷ്യൂ ഉണ്ടായതിന് പിന്നാലെ ഒരൊറ്റ ഡയലോഗ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജാസ്മിന് ഇഷ്ടമല്ല, എന്ത് സംഭവിച്ചാലും സംസാരിക്കാൻ താല്പര്യമില്ല, ഈ രീതിയിൽ നോറ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് സംസാരിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം സ്റ്റാർട്ടിങ്ങില് ജാസ്മിനും നോറയും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു. ഈ വഴക്കിന്റെ പിന്നാലെ എപ്പോഴും നോറ ജാസ്മിനോട് ഒരു അകൽച്ച പാലിച്ചിരുന്നു. അതിനുശേഷം എപ്പോഴും എന്ത് സംഭവം ഉണ്ടായാലും ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് നോറ പറഞ്ഞിരുന്നത്. അത് നമുക്ക് കാണുന്നവർക്കും അറിയാം ഇതിന്റെ ഇടയിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ കറക്റ്റ് തുറന്നു പറഞ്ഞു നോറയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്, അത് മാറ്റാൻ പറ്റില്ല, അത് മാറ്റിയാൽ മാത്രമാണ് ഈ ഒരു സംസാര രീതി മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ച് എവിടെ എത്തിയില്ല. ലാസ്റ്റ് ഈ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവിടുന്ന് എണീറ്റ് പോകേണ്ടി വന്നു. നെക്സ്റ്റ് സിജോ അഭിഷേക് ആണ് വരുന്നത്. അതായത് നോറയുള്ള പ്രശ്നത്തെ അഭിഷേക് വളച്ചൊടിച്ചു, അതിൽ ആവശ്യമില്ലാതെ ഇടപെട്ടു, അതാണ് പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. ഇവരും രണ്ടുപേരും സംസാരിച്ചതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. സിജോ എന്തൊക്കെയോ പറഞ്ഞു, അഭിഷേക് അതിന് എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ഇതിന്റെ ഇടയിൽ നോറ കടന്നു വന്നിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കേട്ട ഒരാൾക്കും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ശ്രീതും വരുന്നുണ്ട്. ജാസ്മിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ, അതായത് ബിഗ് ബോസിൽ വന്ന ഉടനെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്ന ആളാണ് ശ്രീതു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഈ ഒരു കണക്ഷൻ വിട്ടുപോയി. ശ്രീതുവിന്റെ മനസ്സിൽ താൻ ചതിച്ചു എന്ന രീതിയിലാണുള്ളത്, അതിന്റെ വിഷമമുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ശ്രീതു ആണെങ്കിൽ ഓക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. ഈ പറഞ്ഞത് ഒരു ജെനുവിൻ ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നി. കാരണം ഗബ്രി ഉള്ള ടൈമിൽ ജാസ്മിൻ പലപ്പോഴും ശ്രീതുവിനെ കുറിച്ച് ഇതേ കാര്യം സംസാരിക്കുന്നത് കണ്ടു. അതായത് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്ന ആളെ ഇടയ്ക്ക് വെച്ചിട്ട് കണക്ഷൻ വിട്ടുപോയി, ശ്രീതു സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ പ്രശ്നം തീർക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ പറഞ്ഞത്. പിന്നെ വരുന്നത് നോറയും സിജോയാണ്. എന്താ പറയാ, നോറ പറഞ്ഞത് എന്താന്ന് സിജോയ്ക്കും കേട്ട ആർക്കും മനസ്സിലായിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. കാരണം ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യം എണ്ണിപ്പറക്കി നോറ പറയുന്നുണ്ടായിരുന്നു. സിജോ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെയാണ് നോറ സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ലാസ്റ്റ് ബിഗ് ബോസ് കൊടുത്ത ടൈം കഴിയുകയും ചെയ്തു. അതായത് നോറ മാത്രമാണ് സംസാരിച്ചത്. സിജോയ്ക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള സ്പേസ് പോലും നോറ കൊടുത്തില്ല. എന്തൊക്കെയോ എണ്ണിപ്പറക്കി പോയി. ലാലേട്ടൻ വരെ ഇത് കേട്ടിട്ട് ചിരിയാണ് വന്നത്. ഈ ഒരു ടാസ്കിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം ഇപ്പൊ നോറയാണെങ്കിലും ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു ടാസ്ക് അല്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് ഗെയിം എന്നൊരു ടാസ്ക് ആയിരുന്നു. അതായത് ഇത്രയും ദിവസം ഹാർഡ് വർക്കിലൂടെ എത്തി നിൽക്കുന്നവരും ലക്കിന്റെ ബേസിൽ എത്തി നിൽക്കുന്നവരും. ഭൂരിഭാഗവും ലക്കിന്റെ ബേസിൽ നിൽക്കുന്ന വ്യക്തികളായി സെലക്ട് ചെയ്ത് അൻസിബയും നോറയാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അൻസിബയുടെ കാര്യത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ 8 തവണ എലിമിനേഷനിൽ വന്നിട്ട് ലക്കിന്റെ ബേസിൽ മാത്രം നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. നോറയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. നോമിനേഷനിൽ വന്നാൽ സേവ് ആവും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നോമിനേഷൻ ഫ്രീയും ആണ്. ടാസ്കിന്റെ ബേസിലായാലും ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലായാലും ഇവര് പറയത്തക്ക സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോറയാണെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും സംഭവങ്ങൾ മാത്രം വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അൻസിബി ആണെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ ഒരു രീതിയിലാണ് മുൻപോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ലക്കിന്റെ ബേസിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു സംഭവമാണ്. ഇനി ഹാർഡ് വർക്കിന്റെ പേരിൽ മെജോറിറ്റി ആൾക്കാരും സെലക്ട് ചെയ്യുന്നത് ജിൻഡോയാണ്. ടാസ്ക് വന്നാൽ അത്രയും എഫേർട്ട് എടുത്ത് കളിക്കുന്ന ഒരാള്. നമുക്കറിയാം വന്ന ആദ്യ ആഴ്ച തന്നെ ജിൻഡോയ്ക്ക് ഒരു മണ്ടൻ ടാഗ് കൊടുക്കുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അത് മത്സരാർത്ഥികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ആൾക്കാരും ജിൻഡോനെ ഹാർഡ് വർക്കിന്റെ ഒരു ബേസിൽ സെലക്ട് ചെയ്തത്. അതുപോലെ അർജുനെ കുറച്ച് പേര് സെലക്ട് ചെയ്തിരുന്നു. അത് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ടാസ്ക് നന്നായി കളിക്കും, ഒരു ജെനുവിൻ ഹ്യൂമൻ ബീയിങ് ആയി നിൽക്കുന്നത് അർജുൻ മാത്രമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതിലെ ഒരു 50-50 ആയിട്ടാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അർജുൻ
ടാസ്ക് കളിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ഓവറോൾ പെർഫോമൻസിന്റെ ബേസിൽ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയാൻ മാത്രമായിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. മാക്സിമം ബിഗ് ബോസ് സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഗെയിമിലായാലും വീടിനുള്ളിൽ എന്ത് ചെയ്തു, അതായത് ഇത്രയും ദിവസത്തിനുള്ളിൽ വീടിനുള്ളിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഇതുവരെ എത്തി നിൽക്കുന്നത് സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണോ എന്നൊരു തോന്നിപ്പിക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കൊടുത്തതെന്ന് ഉറപ്പാണ്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇംപ്രൂവ് ചെയ്ത് മുൻപോട്ട് പോവുക, ഈ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഗെയിം കൊടുത്തത് തന്നെ. അപ്പോ വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. എവിക്ഷൻ ആണെങ്കിലും ഗെയിം ആണെങ്കിലും ടാസ്ക് ആണെങ്കിലും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു. ഈ ഒരു രീതിയിൽ വരും ദിവസങ്ങളിൽ പോയാലേ സീസൺ അടിപൊളിയായിരിക്കും, കൂടുതൽ എൻഗേജിങ് ആയിരിക്കും, കൂടുതൽ പേര് കാണും. അൻസിബ കൂടി പുറത്തു പോയതോടെ 10 പേരാണ് ഇനി വീട്ടിലുള്ളത്. ഇതിൽ നിന്ന് ഇനി ആരൊക്കെയാണ് എവിക്റ്റ് ആവുക എന്നൊന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുപോലെ ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും 100% കൊടുത്ത് കളിക്കാൻ നോക്കും. കാരണം ആർക്കാണ് ഈ ലക്ക് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്ക് കിട്ടിയാലും ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുമ്പോൾ ഫൈനലിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും കളിക്കാൻ ശ്രമിക്കും. ഇതിൽ തന്നെ ഒരുപാട് വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.